Good evening, guys. Should we wait for another 2 minutes or shall we start the session? ചേട്ടാ 2 minutes കൂടെ വെയിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. Okay. ചേട്ടാ സ്റ്റാർട്ട് ചെയ്യാം. Okay. Da. So, good evening, everyone. Welcome to our session on vulnerability analysis and exploitation. So, my name is Ridin Dinesh. I am working as a cybersecurity engineer at Beagle Security. So over the next few hours, we are going to deep dive into the concept of cybersecurity in vulnerability analysis and exploitation. Okay. Hope I am audible. Yes. Danny. So, എത്ര ആൾക്കാർ ഇപ്പൊ റീസെന്റ് നടന്നൊരു ഷെയർ പോയിന്റ് ടൂൾ ഷെൽ 0 ഡേ വൾണറബിലിറ്റിനെ കുറിച്ച് അറിയാം? എനിബഡി നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്? Responsibility എനിക്കറിയില്ലെന്ന് തോന്നുന്നു. സോ റീസെന്റ് ജൂലൈ ദിസ് month and there was a vulnerability covered. So it was a Microsoft SharePoint servers ഇത് എഫക്ട് ചെയ്തത്. സോ ടൂൾ ഷെൽ അറ്റാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്.
സോ ഓൺ പ്രൊമൈസിലുള്ള മൈക്രോസോഫ്റ്റ് ഷെയർ പോയിന്റ് സെർവേഴ്സിന് ഷെയർ പോയിന്റ് സെർവേഴ്സ് എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും അറിയോ? നോ റെസ്പോൺസ്. കേട്ടിട്ടുണ്ട്. ഓക്കെ. സോ ഷെയർ പോയിന്റ് സെർവേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷനിലും ലൈക്ക് കോർപ്പറേറ്റ് വേൾഡിലും ഓഫീസസിലൊക്കെ ഫയൽസ് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെർവേഴ്സ് ആണ്. സോ ഇപ്പൊ റീസെന്റ് ഈ മന്തില് 2 0-day വൾനറബിലിറ്റീസ് കണ്ടുപിടിച്ചായിരുന്നു. എല്ലാ നമുക്ക് ഒതന്റിക്കേഷൻ ഒക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ഷെയർ പോയിന്റ് സെർവേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ടേക്ക് ഓവർ ചെയ്തിട്ട് RCE, I hope you have heard about RCE, റിമോട്ട് കോഡ് എക്സിക്യൂഷൻ. സോ RCE വെച്ചിട്ട് നമുക്ക് ആ സെർവേഴ്സിന്റെ ഫുൾ ആക്സസ് നമുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് ഡാറ്റാസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. സോ this is an example for vulnerability. So moving over. So എന്താണ് vulnerability? Vulnerability is a weakness or flaw in a system that can be exploited by an attacker. So ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീടെടുത്താൽ അതിലുള്ള ലോക്ക് ചെയ്യാത്ത ജനല്, വാതിലുകൾ, അതൊക്കെ ഒരു വൾണറബിലിറ്റി ആണ്. സോ സോഫ്റ്റ്വെയർസിന്റെ ഉള്ളിലും അതായത് നമ്മൾ ഇരിക്കുന്ന സിസ്റ്റംസിന്റെ ഉള്ളിലും ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസ് ഉണ്ടാവും, വീക്ക്നെസ്സസ് ഉണ്ടാവും. സോ വീക്ക് പോയിന്റ്സ് ആയിരിക്കും അത് ചിലപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. നമുക്കതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒതന്റിക്കേഷൻ, ഓതറൈസേഷൻ ഒക്കെ ബൈപ്പാസ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വീക്ക്നെസ്സിനെയാണ് പറയുന്നത്, വീക്ക്നെസ് ഓർ ഫ്ലോ ഇൻ എ സിസ്റ്റം. ആ വീക്ക്നെസ് ഫ്ലോ ഇന്റൻഷനലി പ്ലേസ് ചെയ്തായിരിക്കില്ല, ഡിസൈൻ ഫ്ലോ ആയിരിക്കാം, അല്ലെ ഡിസൈൻ ഫ്ലോയിലോട്ട് വരാവുന്നതാണ്. ഓക്കെ. സോ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് പീസ് ഓഫ് സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ കോഡ്, അതായത് ഇപ്പൊ ഓഡിബിൾ ആണ്, പക്ഷേ വോളിയം കുറച്ച് ലോ ആയിട്ടുള്ള ഫീൽ ചെയ്യും. വോളിയം ലോ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? സോ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത് ഒരു ടൂൾ ഓർ മെത്തേഡാണ്. ഈ വൾണറബിലിറ്റീനെ നമ്മൾ വൾണറബിലിറ്റീനെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് വീക്ക്നെസ്സിനെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, അഥവാ എന്താ പറയാ, ഒരിപ്പോ ഡോറിനെ നമുക്ക് ലോക്ക് പിക്ക് ചെയ്യാന്ന് അറിയാമെന്ന് തോന്നുന്നു. ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഡോറിന്റെ ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ഈ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. അത് പീസ് ഓഫ് സോഫ്റ്റ്വെയർ ആവാം, ഡാറ്റ ആവാം, കോഡ് ആവാം. സോ കൺസെപ്റ്റ്സ് ലൈക്ക് എക്സ്പ്ലോയിറ്റ്, എസ്ക്യൂഎൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ കേട്ടില്ല, എസ്ക്യൂഎൽ ഇഞ്ചക്ഷനിൽ പേലോഡ് ഒക്കെ ഇല്ല, അതിനാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എക്സ്പ്ലോയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റത്തിലുള്ള വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. സോ അടുത്തൊരു കീവേഡ് എന്ന് പറയുന്നത് പേലോഡ് എന്നാണ്. പേലോഡ് എന്ന് പറയുന്നത് ഒരു മലീഷ്യസ് ആക്ഷൻ. നമ്മൾ ഈ സക്സസ്ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട ഡാറ്റാസിനെ എക്സ്ഫിൽട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേലോഡ്സ് എന്ന് പറയുന്നത്. സേഫ് വേ ടു എക്സ്ഫിൽട്രേറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിന് ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് അതിൽ നിന്ന്
നമുക്ക് ഡാറ്റാസ് പുറത്തെടുക്കണം. ലൈക്ക് ആരും അറിയാതെ നമ്മൾ സിസ്റ്റത്തിനുള്ളിൽ കയറി അതിനുള്ളിൽ നിന്ന് ആരും അറിയാതെ നമുക്ക് എടുക്കേണ്ടിയിട്ടുള്ളൊരു പീസ് ഓഫ് മെലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, ആക്ഷൻസ് സോഫ്റ്റ്വെയർ ആണ്. അതിനാണ് നമ്മൾ പേലോഡ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എവരിതിങ് ഈസ് ക്ലിയർ. ഓക്കെ, സോ താങ്ക്സ്. നമുക്ക് ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസിനെ കുറിച്ച് പറയാം. വൾണറബിലിറ്റീസ് എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു വീക്ക്നെസ് ആണ്, സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ്. സോ അതിൽ തന്നെ പലതരം വൾണറബിലിറ്റീസ് ഉണ്ട്. നെറ്റ്വർക്ക് ഓഫ് സിസ്റ്റം വൾണറബിലിറ്റീസ്, ഈ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസ് ഒരു പ്രസന്റ് ആവുന്ന നെറ്റ്വർക്ക് സർവീസ് ഹാർഡ്വെയറിൽ അല്ലെങ്കിൽ സിസ്റ്റം കോൺഫിഗറേഷനിലൊക്കെ ആയിരിക്കും. സോ ഇത് നമുക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് വീക്ക് SSH കോൺഫിഗറേഷൻ, അതായത് ഡീഫോൾട്ട് പാസ്വേഡ്സ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഒരു വൾണറബിലിറ്റി ആണ്. പിന്നെ ഔട്ട്ഡേറ്റഡ് സിസ്റ്റം, ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർസ്, ഔട്ട്ഡേറ്റഡ് സ്വിച്ചസ്, ഫയർവാൾസ്. ഫയർവാൾസ് സ്വിച്ചസ് എന്നുള്ള കൺസെപ്ഷനിലും നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, സോ അതൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിലുള്ള ഒരു വൾണറബിലിറ്റി ആണ്. ഓക്കെ, നെറ്റ്വർക്ക് വൾണറബിലിറ്റി ആണ്. അടുത്ത വരുന്നത് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് ആണ്. അത് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്നതിലും ഉണ്ടാകുന്ന ഒരു ഹ്യൂമൻ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ ലോജിക്കൽ ഫ്ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ലൈബ്രറീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ വൾണറബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബഫർ ഓവർഫ്ലോ, ഇൻസെക്യൂർ ഡാറ്റ ഹാൻഡ്ലിംഗ്, അതൊക്കെയാണ് സോഫ്റ്റ്വെയർ വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ബഫർ ഓവർഫ്ലോ എന്ന് കേട്ടിട്ടുണ്ടാവോ അറിയില്ല. സോ ബഫർ ഓവർഫ്ലോ എന്ന് പറയുന്ന ഒരു വൾണറബിലിറ്റി, സോ ഒരു സോഫ്റ്റ്വെയറിൽ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കൊടുത്താൽ അതിന് ഹാൻഡിൽ ചെയ്യാണ്ട് പറ്റും. സോ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്മറിയിൽ ഡാറ്റാസ് ഓവർ റൈറ്റ് ചെയ്യാൻ തോന്നും. സോ ഡാറ്റാസ് ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബഫർ ഓവർഫ്ലോ വെച്ചിട്ട് നമുക്കൊരു മെലീഷ്യസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഈ വൾണറബിലിറ്റി നമുക്ക് ഹാർഡ്വെയർ ലെവലിലും ഉണ്ട്. സോ കേട്ടിട്ടുണ്ടോന്ന് നമ്മൾ CPUസിലും റാമിലും ബയോസ് ചിപ്സെറ്റ്സിലും അതിലൊക്കെ ഈ വൾണറബിലിറ്റീസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡിസൈൻ ഫ്ലോ ആവാം, ഫിസിക്കൽ ഫ്ലോ, സിലിക്കൺസിൽ ഉണ്ടാവുന്നതാണ്. സോ അതിന് രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെൽറ്റ് ഡൗൺ ആൻഡ് സ്പെക്ടർ വൾണറബിലിറ്റീസ് ആണ്. ഇത് രണ്ടും ഇന്റൽ ആൻഡ് AMD CPUസിൽ കണ്ടുവരുന്ന ഒരു വൾണറബിലിറ്റീസ് ആണ്. ഇതിനൊന്നും പാച്ചസ് ഇല്ല. ഹാർഡ്വെയർ വൾണറബിലിറ്റീസിന്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതൊരിക്കൽ ഉണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പാച്ച് ചെയ്യാൻ പറ്റില്ല. അത് ആ സിലിക്കണിൽ എംബഡഡ് ആണ്. അതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കാനേ പറ്റും. സോഫ്റ്റ്വെയർ ത്രൂ ഇതിന് പാച്ച് ചെയ്യാൻ പറ്റില്ല. സോ വൺ ഓഫ് ദി മെയിൻ ഡ്രോബാക്ക് ആണ് ഹാർഡ്വെയർ വൾണറബിലിറ്റീസിന്റെ. ഇതൊരിക്കലും നമുക്ക് പാച്ച് ചെയ്യാൻ പറ്റില്ല, സോഫ്റ്റ്വെയർ ത്രൂ പാച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് ഹ്യൂമൻ എറേഴ്സ്. ഹ്യൂമൻ എറേഴ്സ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആവാം, ഫിഷിംഗ് എന്നല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ആണ്. സോ നമുക്ക് നമ്മളെ ഒരു സിസ്റ്റത്തിൽ ഏറ്റവും വലിയ വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഹ്യൂമൻസ് തന്നെയാണ്. സോ ഹ്യൂമൻ എറർ ആണ് മേജർ അറ്റാക്സിനും ബാക്കിലെ റീസൺസ്. സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫിഷിംഗ് മെയിൽസ്, പിന്നെ ഡീഫോൾട്ട് പാസ്വേഡ് യൂസ് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്വേഡ്സ് എവിടെയെങ്കിലും എഴുതി വെക്കുക, അതൊക്കെ ഒരു ഹ്യൂമൻ എറർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹ്യൂമൻ എറർ വൾണറബിലിറ്റി. അടുത്തതായി പറയാൻ പോകുന്നത് സീറോ ഡേ വൾണറബിലിറ്റി ആണ്. സോ ഈ സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺനോൺ ആണ്, ആർക്കും അറിയില്ല. അത് അങ്ങനെ ഒരു വൾണറബിലിറ്റി എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് അതിന് സീറോ ഡേ വൾണറബിലിറ്റി എന്ന് പറയുന്നത്. സോ ദ വെണ്ടർ ഹാസ് a zero day vulnerability is a vulnerability that is completely unknown to the people who made the software. So it's called a zero day because the vendor has
had 0 days to fix it or even be aware of its existence. And this is the ultimate threat because it leaves everyone exposed and defenseless. So ഇത് പറയുന്നത് ഇതിനെ ഫിക്സ് ചെയ്താനുള്ള ടൈം ഉണ്ടാവില്ല. ഓൾറെഡി ത്രെറ്റ് അറ്റാക്കേഴ്സ് ഇതിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ എത്രയും പെട്ടെന്ന് പാച്ച് ചെയ്യാന്നുള്ളതാണ് വെൻഡേഴ്സിനുള്ള. സോ വെൻഡേഴ്സ് ഇത് ഐഡന്റിഫൈ കൂടി ചെയ്തിട്ടുണ്ടാവില്ല പാച്ച് ചെയ്യണമെങ്കിൽ. സോ അങ്ങനത്തെ കുറെ വൾണറബിലിറ്റീസ് ഉണ്ടാവാം വെൻഡേഴ്സിനെ അറിയാതെ, വെൻഡേഴ്സിന്റെ നോളജിൽ ഇല്ലാത്തത്, അത് സിസ്റ്റം ഡിസൈൻ ചെയ്ത ആൾക്കാരുടെ നോളജിൽ ഇല്ലാത്ത വൾണറബിലിറ്റീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ 0 day വൾണറബിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ഈ ടൈപ്സ് ഓഫ് വൾണറബിലിറ്റീസിനെ ആന്റിവൈറസിനോ ഫയർവാൾസിനോ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഇത് അറിയില്ല ഇങ്ങനെ ഒരു വൾണറബിലിറ്റി അവിടെ എക്സിസ്റ്റിംഗ് ആണെന്നുള്ളത്. അതൊരു അൺനോൺ അറ്റാക്ക് ആണ്. സോ അതൊന്നും ഒരിക്കലും നമുക്ക് ലോഗ് ചെയ്യാനോ തടയാനോ പറ്റില്ല. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അടച്ചു. അങ്ങനത്തെ വോൾണറബിലിറ്റീസ് എക്സിസ്റ്റ് ചെയ്യത്തില്ലെന്ന് അറിയത്തില്ലെങ്കിലും ഇപ്പോഴത്തെ മിക്ക ആന്റിവൈറസുകളും ഹ്യൂറിസ്റ്റിക് ബേസ്ഡ് ഡിറ്റക്ഷൻ അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം പെർമിഷൻ എക്സ്കലേറ്റ് ചെയ്യോ അല്ലെ അങ്ങനെ വല്ലതും ചെയ്യേണ്ടതോ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഒരു പരിധി വരെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആന്റിവൈറസിനെ നമുക്ക് അതിനെയും നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ടീംസിൽ ഒരു വൾണറബിലിറ്റി ഉണ്ട്. നമുക്ക് ടീംസിന്റെ നെറ്റ്വർക്കിലൂടെ നമുക്ക് ഡാറ്റ എക്സ്ഫിൽട്രേറ്റ് ചെയ്യാൻ പറ്റും. സോ അത് ഒരിക്കലും ഒരു ആന്റിവൈറസിനോ ഫയർവാൾസിനോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ മൈക്രോസോഫ്റ്റിന്റെ നെറ്റ്വർക്കിലൂടെ അറിയാലോ, ടീംസ് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റിന്റെ സെർവേഴ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഡാറ്റാസ് ഷെയർ ചെയ്യുന്നത്. സോ ടീംസ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ഹാക്ക് ആയാലും അല്ല എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും സോ അതിലൂടെ നമ്മൾ ഡാറ്റ എക്സ്ഫിൽട്രേറ്റ് ചെയ്യുമ്പോൾ സോ നമ്മളെ ഫയർവാൾസിന് എന്താ വിചാരിക്കാം, നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവുക മൈക്രോസോഫ്റ്റ് സെർവേഴ്സ് ആയിട്ട്. ശരി, ത്രെറ്റ് ആക്ടർ ആയിട്ടായിരിക്കും ലൈക്ക് അവിടുന്ന് മൈക്രോസോഫ്റ്റ് സെർവേഴ്സിന്റെ വിട്ട് പോയിട്ട് സെർവേഴ്സിൽ നിന്ന് അവർ ഡാറ്റ എടുക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ടീംസിൽ ഇപ്പോൾ ആ വൾണറബിലിറ്റി എക്സിസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. സോ അങ്ങനെ വരുന്ന വൾണറബിലിറ്റീസിനൊന്നും പാച്ചസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. Log4j എന്നൊക്കെ പറഞ്ഞ് വൾണറബിലിറ്റി കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അതൊരു വലിയൊരു വൾണറബിലിറ്റി അറ്റാക്ക് ആയിരുന്നു. അതിന് പാച്ച് ചെയ്യാൻ തന്നെ കുറെ ടൈം എടുത്തു. സോ അതിന് ആ ഒരു ടൈം ബീങ് തന്നെ മോസ്റ്റ് ഓഫ് ദി സെർവേഴ്സ് ആ ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്ത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. vulnerability analysis. സോ ഒരു ഹാക്കിംഗ് ലൈഫ് സൈക്കിളിലെ ഒരു പാർട്ടാണ് വൾണറബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ ഫ്യൂ ക്ലാസ്സസിൽ നമ്മൾ എന്യൂമറേഷൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ, സ്കാനിങ്ങും എന്യൂമറേഷനും ഒക്കെ. സോ അടുത്ത വരുന്ന ഒരു സ്റ്റെപ്പാണ് വൾണറബിലിറ്റി അനാലിസിസ്. സോ നമ്മൾ ഈ സ്കാനിങ്ങിലും എന്യൂമറേഷനിലൊക്കെ കണ്ടുപിടിച്ച കുറെ സർവീസസും പോർട്സും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാവും. സോ ഈ സർവീസസിന്റെ വേർഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഡാറ്റാസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോർട്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. സോ ഈ പോർട്സിലെല്ലാം ഡിഫോൾട്ട് പോർട്സ് ആയിരിക്കും അധികം യൂസ് ചെയ്യുന്നുണ്ടാവും. സോ പല സർവീസസും കോമൺ ആയിട്ടുള്ള പോർട്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ആ ഒരു നോളജ് വെച്ചിട്ട് ഏതൊക്കെ സർവീസസ് ആ റൺ ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ഐഡന്റിഫൈ ചെയ്ത സർവീസസ് വെച്ച് നമുക്ക് ആ എക്സിസ്റ്റിംഗ് സർവീസസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് ആ ഒരു വേർഷൻ കിട്ടിയ ഏതൊക്കെ വൾണറബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് ലിസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ആ ഒരു പോർട്ടിലും ഉണ്ടെങ്കിൽ ആ പോർട്ട് ഓപ്പൺ ആണെങ്കിൽ നമുക്കത് എടുത്തു വെക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏതൊക്കെ വൾണറബിലിറ്റീസ് ആ സിസ്റ്റത്തിൽ പ്രസന്റ് ആയിട്ടുണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക്. അനാലിസിസ് എന്ന് വെച്ചാൽ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വീക്ക്നെസ്സസ് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് വൾണറബിലിറ്റി അനാലിസിസിലൂടെ. സ്കാനിങ് ആൻഡ് എന്യൂമറേഷനിലൂടെ കിട്ടിയ സർവീസസും പോർട്സിനെയും വെച്ച് നമ്മൾ അതിൽ ആ ഒരു സർവീസസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൾണറബിലിറ്റി ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് എക്സ്പ്ലോയിറ്റേഷൻ.
എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ടൂൾ ഓർ ടെക്നിക്ക് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ച വളർന്നിട്ട് ഉണ്ടാവല്ലോ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ. ആ ഒരു വളർട്ടിനെ അഡ്വാൻറ്റേജ് എടുക്കുന്നതിനാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു അനോളജി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്ക് പിക്ക് യൂസ് ചെയ്യുക, ലോക്ക് നമ്മുടെ സാധനം ഡോറിന്റെ ലോക്ക്, പോട്ടി ലോക്സ് അൺലോക്ക് ചെയ്യാൻ, പിന്നെ ഒരു ക്രാക്ഡ് വിൻഡോ ഉണ്ട്, അതായത് പൊട്ടി ജനലുണ്ടെങ്കിൽ ആ ജനാല വഴി നമുക്ക് ഡോർ അൺലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതൊക്കെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്, റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ വൺസ് വി ആർ ഇൻസൈഡ് ദ സിസ്റ്റം, നമ്മളെ സിസ്റ്റത്തിലേക്ക് നമ്മളെ ആക്സസ് എടുത്തു കഴിഞ്ഞിട്ടുള്ള ശേഷം പറയുന്നത് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഹാക്കിംഗ് ലൈഫ് സൈക്കിളിൽ. സോ ഒരു അറ്റാക്കർ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം നമുക്ക് പ്രിവിലേജസ് എലിവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു അറ്റാക്ക് മോട്ടീവ് ഉണ്ടാവും, ചിലപ്പോൾ ഡാറ്റ എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു കണക്ഷൻ സെറ്റ് ചെയ്ത് വെക്കേണ്ടിട്ടായിരിക്കും, മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യും. സോ ഇതൊക്കെയാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ നടക്കുന്നത്. സോ അതിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ നോക്കില്ല, അതിനെയാണ് മോസ്റ്റ്ലി പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ കയറി ഡാറ്റാബേസസ് എടുക്കുക, ഡാറ്റാബേസിൽ ഡാറ്റ എക്സ്ഫിൽട്രേറ്റ് ചെയ്യുക, അങ്ങനത്തേനൊക്കെയാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ റെമിഡിയേഷൻ എന്ന് പറയുന്നത് ഫിക്സസ് എന്ന് വെച്ചാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാതിരിക്കുക, എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക, ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ അപ്ഡേറ്റ് ആണ് ചെക്ക് ചെയ്യുക. പിന്നെ ഫയർവാൾസിൽ റൂൾസ് ഒക്കെ എഴുതുക. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ലെഗസി സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വരും, അതായത് പഴയ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യേണ്ട എന്തായാലും നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്തൊരു അവസ്ഥകളൊക്കെ വരുന്നു. സോ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് റൂൾസ് എഴുതുക, പാച്ചസ് എഴുതുക. സോ ഇതൊക്കെയാണ് നമുക്ക് ആ റെമിഡിയേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ഹാക്കിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് വൾണറബിലിറ്റി അനാലിസിസ് ആണ്. സോ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ വൾണറബിലിറ്റീസ് എക്സിസ്റ്റിംഗ് ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. പിന്നെ അടുത്ത വരുന്നത് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ആ ഐഡന്റിഫൈ ചെയ്ത് വെച്ച വൾണറബിലിറ്റീസ് നമുക്ക് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം, ഏതൊക്കെ ടൂൾസ് ഉണ്ട്, ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് ആക്സസ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ നമ്മൾ വൺസ് യു ആർ ഇൻസൈഡ് ദ സിസ്റ്റം, നമ്മൾ ആ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് ഡാറ്റ എക്സ്ഫിൽട്രേറ്റ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ നമുക്ക് അവിടെ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഇത് ഓരോ ടൈപ്പ് ഫേസസ് ആണോ അതോ ഇങ്ങനെയാണോ ഓർഡറിൽ പോകേണ്ടത്? ഇത് ഓരോ ടൈപ്പ് ഫേസസ് ആണ്. സോ ആക്ച്വലി ഇങ്ങനെ ഒരു ഹാക്കിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഡിഫറെന്റ് പ്രോസസ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും വൾണറബിലിറ്റീസ് എക്സ്പ്ലോയിറ്റ്സ് കണ്ട ഈ ഒരു പ്രോസസ്സിലാണ് പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിലാണ് പോകുന്നത്. യൂഷ്വലി നമ്മൾ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിനെ കുറിച്ച് ഫസ്റ്റ് നമ്മൾ അതിനെ പഠിക്കുന്നതിന് എന്നാണ് വൾണറബിലിറ്റി അനാലിസിസ് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്കാനിങ് ആൻഡ് എനുമറേഷൻ. ഫസ്റ്റ് നമ്മൾ സിസ്റ്റത്തിനെ സ്കാൻ ചെയ്ത് അതിലെ സർവീസസ് ഒക്കെ നോർമലി ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇത്. അതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്സ് ഒക്കെ പറയുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്ടിൽ കക്കാൻ കയറിയാന്ന് ചോദിക്കുക. സോ നമ്മൾ ആ കയറാൻ പോകുമ്പോൾ ആ വീടും ചുറ്റുപാടൊക്കെ നമ്മൾ പഠിച്ചു വെക്കൂലേ, അതിനെയാണ് നമ്മൾ ഈ സ്കാനിങ് ആൻഡ് എനുമറേഷൻ, വൾണറബിലിറ്റി അനാലിസിസ്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആ ഒരു സംഭവമാണ്.
നമ്മൾ ആ വീടിന് ചുറ്റുവട്ടത്ത് നോക്കും, ആ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എപ്പോഴൊക്കെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്, എത്ര ജനലുണ്ട്, എത്ര വാതിലുണ്ട്, വാതിലും ജനലെല്ലാം ലോക്ക്ഡ് ആണോ, എപ്പം ആ വീട്ടിലെ ആൾക്കാർ ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കുന്നതിനാണ് നമ്മൾ ഈ സ്കാനിങ് ആൻഡ് എന്യൂമറേഷൻ വൾണറബിലിറ്റി അനാലിസിസ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അടുത്ത എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഈ നോക്കി വെച്ച കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ആ വീട്ടിലൊരു പ്രശ്നം കണ്ടുവച്ചു, ജനവാതിൽ അവർ ലോക്ക് ചെയ്യാറില്ല. അപ്പൊ അവര് വീട്ടിൽ നിന്ന് പുറത്ത് പോയ സമയം നോക്കി, നമുക്ക് പറ്റിയൊരു സമയം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവർ പുറത്തെ സമയം നോക്കി ആ ജനൽ വഴി നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമെന്ന്. ഓക്കെ, ആ ജനൽ വഴി നമുക്ക് ആ ഡോർ അൺലോക്ക് ചെയ്യാം, ഡോറിന്റെ ലാറ്റ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അൺലോക്ക് ചെയ്യുന്നതാണ് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിന്റെ ഉള്ളിൽ കയറി, വാതിൽ തുറന്ന് വീട്ടിന്റെ ഉള്ളിൽ കയറി ആ വീട്ടിൽ നിന്ന് വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുന്നതിനാണ് പോസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്നുള്ള നിലയിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഒരു സിസ്റ്റത്തിന് ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാക്കറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നായിരിക്കും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ടാവുക. മനസ്സിലായോ? ഹലോ. ഹലോ. ആ, അപ്പൊ ഈ എക്സ്പ്ലോയിറ്റേഷനും പേലോഡും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ചാൽ ആ ഒരു വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ്സോ സോഫ്റ്റ്വെയർസിനെയാണ് എക്സ്പ്ലോയിറ്റേഷൻ. എന്തായിരുന്നു ചോദിച്ചത്? പേലോഡും എക്സ്പ്ലോയിറ്റും എക്സ്പ്ലോയിറ്റ് വൾണറബിലിറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറോ സ്ക്രിപ്റ്റ്സോ ടൂളോ വല്ലതും ഉണ്ടോ, അതിനാണ് എക്സ്പ്ലോയിറ്റ് എന്ന് യൂസ് ചെയ്യുന്നത്. സോ അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ അവിടെ ആ സിസ്റ്റത്തിൽ നമ്മളൊരു പേലോഡ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വെച്ചാൽ മാൽവെയർ പോലത്തെ എന്തെങ്കിലും സോഫ്റ്റ്വെയർസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യും. സോ അതിനെയാണ് പേലോഡ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? മനസ്സിലായോ? ഇല്ല, മനസ്സിലായി. ഓക്കെ. ഓക്കെ. സോ എനി അതർ ക്വസ്റ്റ്യൻസ് മനസ്സിലാവുന്നുണ്ടോ? ഡാനി എല്ലാം മനസ്സിലായടാ? മനസ്സിലായി. ഉണ്ടോ? ഓക്കെ. സോ നമുക്ക് അടുത്തൊരു ലൈവ് ഡെമോ കാണാം, എങ്ങനെ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്യുന്നുള്ളത്. ഗൈസ് വാർണിംഗ് ഒക്കെ ഉണ്ട്. പർപ്പസ് ഓക്കെ. നിങ്ങൾ എത്ര ആൾ ലാബ് സെറ്റ് ചെയ്തിരുന്നു? ലാബ് സെറ്റ് ചെയ്യാൻ പറ്റും? ഹാക്കിംഗ് ലാബ് വെർച്വൽ ബോക്സ് യൂസ് ചെയ്തിരുന്നു? ഉണ്ട്, സെറ്റാണ്. സെറ്റാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാം അറിയായിരിക്കും. അങ്ങനെയില്ല, അറിയാത്തോണ്ടല്ലേ ഇവിടെ വന്നത്. ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായടാ? ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായി. ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. സാരമില്ല, തിയറി ഓക്കെയാണ്. നമുക്ക് ഇനി പ്രാക്ടിക്കൽ സൈഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ. ആരല്ല ചേട്ടന്റെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാവും. ഞാനിവിടെ എടുത്തേക്കുന്നത് മെറ്റാ എക്സ്പ്ലോയിറ്റബിൾ എന്നൊരു ബോക്സ് ആണ്. എല്ലാവർക്കും കാളി ലിനക്സ് അറിയാം, വെർച്വൽ ബോക്സ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ
നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു സെർവർ ഉണ്ട്. ഓക്കെ, മെറ്റ എക്സ്പ്ലോയിറ്റബിൾ എന്നാണ് സെർവറിന്റെ പേര്. നമുക്ക് നമുക്കത് കാളി വെച്ച് എങ്ങനെ ഇത് വൾനറബിലിറ്റി അനാലിസിസ് നമ്മളിപ്പോ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ ഈ മെഷീനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോ ഒരു നെറ്റ് ലാബ് സെറ്റ് ചെയ്യാൻ അറിയോ നിങ്ങൾക്ക് കളിയിൽ ഒന്ന് സൂം ചെയ്യൂ. പിന്നെ കാണുന്നില്ലെങ്കിൽ സ്ക്രീൻ കാണാം, കുറച്ചൊന്ന് വലുതാക്കിയത്. കാണുമ്പോ ഓക്കെ, സെറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ IP അഡ്രസ് ഫൈൻഡ് ചെയ്യാം. ഇഫ് കോൺഫിഗ് കമാൻഡ് അറിയില്ല, നമ്മുടെ IP അഡ്രസ് നമ്മൾ ഈ IP അഡ്രസ് വെച്ച് നമ്മൾ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു വൾനറബിൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. സോ നമുക്ക് ആ വൾനറബിൾ ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ IP അഡ്രസ് കണ്ടുപിടിക്കണം. IP അഡ്രസ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ ഒരു കമാൻഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ നെറ്റ്വർക്കിൽ എത്ര സിസ്റ്റംസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് /24 എന്ന് വെച്ചാൽ 192.168.0.0 തൊട്ട് 192.168.255.255 വരെയുള്ള IP അഡ്രസ് റേഞ്ചിൽ Nmap ഇപ്പൊ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഏതൊക്കെ സിസ്റ്റംസ് ലൈവ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പം ചേട്ടന്റെ നെറ്റ്വർക്കിലെ ചേട്ടന്റെ റൂട്ടറിനകത്തുള്ള ഹോസ്റ്റ് എത്രയാണ് അപ്പന്നല്ലേ നോക്കിയത്? അല്ലടാ, ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് ലാബ് സെറ്റപ്പ് ആണ് അത് സെറ്റ് ചെയ്ത് എന്നാൽ ഞാൻ വൺസിന്ന് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ ലാബ് സെറ്റ് ചെയ്യാന്നുള്ളത്. സോ ഇവിടെ വെർച്വൽ ബോക്സ് എന്നുള്ള കൺസെപ്റ്റ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? സോ ഇതാണ് വെർച്വൽ ബോക്സ്. വെർച്വൽ ബോക്സിനുള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ OSs റൺ ചെയ്യാൻ പറ്റും. സോ ഇവിടെ 2 മെഷീൻസ് ആണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഒന്ന് കാളി ലിനക്സും ഒന്ന് വൾനറബിൾ ആയിട്ടുള്ളൊരു മെഷീനാണുള്ളത്. സോ ആ മെഷീന് രണ്ടും ഞാൻ ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ് കോൺഫിഗർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വെർച്വലായിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്ക് എന്നിട്ട് നമ്മൾ ഈ ഒരു IP അഡ്രസ് റേഞ്ചിൽ ഞാൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. ആ നെറ്റ്വർക്കിന്റെ ഉള്ളിലാണ് ഈ 2 മെഷീൻസ് റൺ ചെയ്യുന്നത്. സോ ഈ മെഷീൻസ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട്. ഒരു ഇന്റേണൽ നെറ്റ്വർക്ക് പോലെ. സോ ആ ഒരു നെറ്റ്വർക്കിന്റെ ഉള്ളിൽ IP അഡ്രസ്സിൽ 0.9 ഒരു മെഷീൻ റൺ ആവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ അതിൽ ഇത്രയും സർവീസസ് ഓപ്പൺ പോർട്സും സർവീസസ് റൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ഓക്കെ, നമുക്ക് ഈ സർവീസസിന്റെ വേർഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ നമുക്ക് ഈ SV എന്നുള്ള കമാൻഡ് വെച്ചിട്ട് നമുക്ക് Nmap നേരത്തെ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ -SV എന്നുള്ള ടാഗ് ഉപയോഗിച്ചാൽ നമുക്ക് Nmap ആയിരുന്നു Nmap അതൊക്കെ എടുത്തിട്ടുണ്ടാവില്ല. -SV എന്നുള്ള ടാഗ് എന്തിനാന്നുള്ളത് അറിയാം.
സോ -SV എന്ന് വെച്ചാൽ നമുക്ക് റൺ ചെയ്യുന്ന സർവീസസിന്റെ വേർഷൻസ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ സർവീസസിന്റെ വേർഷൻസ് കിട്ടണം എന്നില്ല. മോസ്റ്റ് കോമൺലി സർവീസസിന് കിട്ടാം. ലൈവ് ഡിവൈസസിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, സ്കാൻ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പൊ -SV സർവീസസ് ഏതാന്ന് പറഞ്ഞു. അപ്പൊ -PN വരുമ്പോഴോ? പോസ്റ്റ് ഡയറക്ടറി സ്കിപ്പ് ചെയ്യേണ്ടിയിട്ടുള്ളതാണ് അത് സ്കാനിങ് സ്പീഡ് ആക്കേണ്ടിട്ട് കൊടുത്തതാണ്. നമ്മൾ ഓൾറെഡി ആ ഹോസ്റ്റ് ഡിസ്കവർ ചെയ്തല്ലോ. സോ നമുക്കിനി Nmap അത് -PN കൊടുത്തില്ലെങ്കിൽ ഒന്നും കൂടി ഡിസ്കവറി ഫേസിൽ പോയിട്ട് അവിടെ ഹോസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സോ അത് സ്കിപ്പ് ചെയ്യേണ്ടിട്ടാണ് -PN കൊടുത്തത്. ഓക്കെ, ഫൈൻ. സർവീസസിന്റെ വേർഷൻസ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. മെയിൻ നമുക്ക് ഇവിടെ ഒരു FTP സർവീസ് റൺ ചെയ്യുന്നത് 21 പോർട്ടിൽ FTP റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് അനോണിമസ് ആയിട്ട് അവിടെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. FTP നമുക്ക് ഒരു FTP പാസ്വേഡ് ഇല്ലാതെ അനോണിമസ് ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അനോണിമസ് യൂസർ നെയിം അനോണിമസ്, പാസ്വേഡ് അനോണിമസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അനോണിമസ് ലോഗിൻ എനേബിൾഡ് ആണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ കയറാൻ പറ്റും. ഓക്കെ, ഇത് എനേബിൾഡ് ആണ്. സോ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പക്ഷെ നമ്മള് സ്ലാഷ് എന്ന് പറഞ്ഞ ഡയറക്ടറിയിലാണ് ഉള്ളത്. സോ ഈ ഡയറക്ടറിയിൽ നമുക്ക് ഒന്നുമില്ല. ഇവിടെ നിന്ന് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. റൂട്ട് ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഡയറക്ടർ നമുക്ക് റൂട്ട് ഫയലോ ETC ഫയലോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇവിടെ പ്രിവിലേജ് കുറവാണ്. നമുക്ക് പ്രിവിലേജ് കിട്ടണം. ടൈം എടുക്കും. സോ ടൈം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും.
സ്കാനിങ് കഴിഞ്ഞു. പക്ഷെ ഇത്രയും ഓപ്പൺ പോർട്സ് സർവീസസ് അവിടെ റൺ ആവുന്നുണ്ട്. നമ്മൾ നേരത്തെ FTP സെർവർ റൺ ആവുന്നുണ്ടെന്ന് മനസ്സിലായി. സോ അവിടെ ഏത് വേർഷൻ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ESFTPD 2.3.4. സോ ഇവിടെയാണ് നമ്മൾ വൾണറബിലിറ്റി അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു വേർഷനിൽ നമുക്ക് നോൺ ആയിട്ടുള്ള ഏതെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഒരു ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ ഉണ്ട്. ബാക്ക്ഡോർ എന്താണെന്ന് അറിയും. ബാക്ക്ഡോർ എന്ന് പറയുന്നത് ഒരു ഇന്റൻഷനലി പ്ലേസ് ചെയ്തൊരു ബാക്ക്ഡോർ ഒരു വൾണറബിലിറ്റി ആയിരിക്കില്ല. അതൊരു ഇന്റൻഷനലി പ്ലേസ് ചെയ്തൊരു പീസ് ഓഫ് കോഡോ സോഫ്റ്റ്വെയർ ആയിരിക്കും ആക്സസ് ചെയ്യേണ്ടത്. അതൊരു ഡെവലപ്പറിനോ അല്ലെങ്കിൽ ഒരു മലീഷ്യസ് ത്രെറ്റ് ആക്ടറോ ആരെങ്കിലും അത് പ്ലേസ് ചെയ്തായിരിക്കും. ഫ്യൂച്ചറിൽ നമുക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് ആക്സസ് വേണ്ടിയിട്ട് വിത്തൗട്ട് ദ നോളജ് ഓഫ് ആര് യൂസ് ചെയ്യുന്നുള്ള അവരുടെ നോളജ് ഒന്നും ഇല്ലാതെ മേ ബി ഡെവലപ്പർ പ്ലേസ് ചെയ്തതായിരിക്കാം. ഡീബഗിങ്ങിനോ അതിന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പ്ലേസ് ചെയ്തതായിരിക്കാം. സോ ഇവിടെ ഒരു ബാക്ക്ഡോർ പ്രസന്റ് ആണ്. നമുക്ക് എങ്ങനെ മെറ്റാഎക്സ്പ്ലോയിറ്റ് നമുക്ക് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും. MSF കൺസോൾ എന്നൊരു സാധനമുണ്ട്, മെറ്റാഎക്സ്പ്ലോയിറ്റ്. ഒരു മെറ്റാഎക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്ന ഫ്രെയിം വർക്കാണ്. ലിനക്സിലുള്ളതാണ്. അല്ല, ലിനക്സിലും ലിനക്സിൽ ഓൾറെഡി പാക്കേജിൽ വരുന്നതാണ്. സോ മെറ്റാഎക്സ്പ്ലോയിറ്റിന്റെ ഉള്ളിൽ കുറെ പേലോഡ്സും എക്സ്പ്ലോയിറ്റ്സും പ്രസന്റ് ആണ്. സോ നമുക്ക് ആ നോൺ ആയിട്ടുള്ള വൾണറബിലിറ്റീസിന്റെ എക്സ്പ്ലോയിറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ ആ ഒരു വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ സിസ്റ്റം ഹാക്ക് ചെയ്യാൻ പറ്റുമോ? സോ നമ്മൾ നേരത്തെ കണ്ട സർവീസിന്റെ പേര് VSFTP എന്നാണ്. നമുക്കിവിടെ VSFTPD ഏതെങ്കിലും എക്സ്പ്ലോയിറ്റ്സ് പ്രസന്റ് ആണോ എന്ന് ചോദിക്കാം. VSFTPD നേരത്തെ പറഞ്ഞ ബാക്ക്ഡോർ MSF ഇനത്തിൽ അല്ല മെറ്റാഎക്സ്പ്ലോയിറ്റിൽ പ്രസന്റ് ആണ്. സോ നമുക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റ് വെച്ചിട്ട് ഈ ഒരു എക്സ്പ്ലോയിറ്റ് വെച്ച് നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആ മെഷീനിന് ആക്സസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആ ഒരു എക്സ്പ്ലോയിറ്റ് നമ്മൾ യൂസ് കൊടുത്താൽ അവിടെ ഇനി നമുക്ക് ആ ഒരു മെഷീന്റെ IP അഡ്രസ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. സോ ആർ ഹോസ്റ്റസ് എന്ന് പറയുന്നത് റിമോട്ട് ഹോസ്റ്റിനെയാണ് നമ്മൾ ആർ ഹോസ്റ്റസ് എന്ന് പറയുന്നത്. അതായത് ആ റിമോട്ട് മെഷീന്റെ IP അഡ്രസ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ആ റിമോട്ട് ഹോസ്റ്റിന്റെ IP അഡ്രസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കാം. റൺ എന്നുള്ള കമാൻഡ് കൊടുത്താൽ ആ ഒരു എക്സ്പ്ലോയിറ്റ് റൺ ചെയ്യും. നമ്മളെ മെഷീൻ്റെ ഉള്ളിൽ കയറി. സോ നമുക്ക് നമ്മളെ പ്രിവിലേജ് എന്തെന്ന് ചെക്ക് ചെയ്യാൻ whoami എന്നുള്ള കമാൻഡ് നമ്മൾ റൂട്ടാണ്. നമ്മൾ ആ സക്സസ്ഫുള്ളി ആ മെഷീനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ആ മെഷീനിലുള്ള ഫയൽസ് ഒക്കെ കാണാൻ പറ്റും. നമുക്ക് ആ ഫയൽസിൻ്റെ ഉള്ളിൽ കയറി ആ മെഷീൻ്റെ ഉള്ളിൽ കയറി എന്തൊക്കെ ഫയൽസ് നമുക്ക് വേണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റൂട്ടായിട്ടല്ലേ ഉള്ളത്. സോ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ഫയൽ സിസ്റ്റത്തിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഫയൽ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, ഡാറ്റാബേസസ് ആണെങ്കിൽ റിമൂവ് ചെയ്യാം. ആ സിസ്റ്റത്തിനെയും നമുക്ക് നശിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ നശിപ്പിക്കാൻ പറ്റും. ഓക്കെ, അല്ല നമ്മളിപ്പോ ആ സിസ്റ്റത്തിനകത്ത് കയറിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? സിസ്റ്റത്തിനകത്തുള്ള കയറി എന്നുള്ളത് ലോഗ് ഉണ്ടാവും, നെറ്റ്വർക്ക് ലോഗ്സ് ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ സിസ്റ്റത്തിനകത്ത് കയറി എന്നുള്ളത് മേ ബി ഈ ഒരു എക്സ്പ്ലോയിറ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള റൂൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ.
എന്തായാലും ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് അവിടെ ഒരു FTP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ടുള്ള ഒരു ലോഗ് അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഒരു അൺനോൺ ഹോസ്റ്റിൽ നിന്ന് അതങ്ങനെ ചെയ്യണ്ട എന്നുള്ളത് റൂള് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതർവൈസ് അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ഇത് വൺ ഓഫ് ദ മെത്തേഡ് ആണ് ഒരു ആ മെഷീനിലേക്ക് കയറാനുള്ളത്. ഈ FTP എക്സ്പ്ലോയിറ്റേഷൻ വേറെയും കുറെ എക്സ്പ്ലോയിറ്റ് ഇതിൽ കാണുന്ന ബാക്കി സർവീസ് ഒക്കെ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കയറാൻ പറ്റും. OpenSSH ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. So do you guys have any doubts? ചേട്ടന്റെ വിക്ടിം മറ്റേ മെറ്റസ്പ്ലോയിറ്റബിൾ ആദ്യം കാണിച്ച ആ സാധനം ഇല്ലേ? ആ ഇത് അതാണ് ഈ മെഷീൻ. അതാണ് ഈ മെഷീൻ. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഫയൽസ് ആയിരുന്നു താഴെ വെച്ചിട്ട് ആക്സസ് ചെയ്തത് അല്ലേ? ആ കാളി വെച്ചിട്ട് എക്സസ് ചെയ്തു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാണാം. ഓക്കെ, അപ്പം ഈ ആദ്യം ചെയ്തത് Nmap വെച്ച് ചെയ്തത് മറ്റേ ആ മെറ്റസ്പ്ലോയിറ്റബിളിന്റെ IP വരുന്ന വൾനറബിലിറ്റി അല്ല ഓപ്പൺ പോർട്സ് കണ്ടുപിടിച്ചല്ലേ? ഓപ്പൺ പോർട്സും റണ്ണിങ് സർവീസസും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ആ സർവീസിന് ഉള്ള എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിച്ചു. സർവീസിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ചു. ഓക്കെ, ആ വൾനറബിലിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ, അതിന്റെ എക്സ്പ്ലോയിറ്റ് മെറ്റസ്പ്ലോയിറ്റ് വെച്ച് ഇത് ചെയ്തല്ലേ? എക്സ്പ്ലോയിറ്റ് വെച്ച് നമ്മൾ അത് സക്സസ്ഫുള്ളി എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഓക്കെ, എല്ലാ എക്സ്പ്ലോയിറ്റും എക്സ്പ്ലോയിറ്റ് ഉണ്ടാവണമെന്നില്ല. ഞാൻ നേരത്തെ ഷീറ്റിൽ കാണിച്ചൊരു വൾണറബിലിറ്റി ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലൈക്ക് നമുക്കൊരു വൾനറബിലിറ്റി കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം അത് നമ്മൾ സെർച്ച് വെച്ചിട്ട് മെറ്റസ്പ്ലോയിറ്റിൽ സെർച്ച് ചെയ്ത് നോക്കണം അതിന്റെ എക്സ്പ്ലോയിറ്റ് ഉണ്ടോന്ന് അല്ലേ? എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്ത് നോക്കണം അതിന്റെ എക്സ്പ്ലോയിറ്റ് ഉണ്ടോന്ന്. സോ ഇവിടെ ഞാൻ ഷെയർ പോയിന്റിന്റെ ഒരു വൾണറബിലിറ്റി പറഞ്ഞായിരുന്നു. പക്ഷെ ഇവിടെ ഇതിന്റെ ചില വൾണറബിലിറ്റീസ് നമുക്ക് ഗിറ്റബിലൊക്കെ കിട്ടും. ഓക്കെ, ഇതാരോടും പറയരുത്, അതാരും ചെയ്തു നോക്കരുത്. ഓക്കെ, സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയർ പോയിന്റ് വൾണറബിലിറ്റിന്റെ ഒരു എക്സ്പ്ലോയിറ്റ് ആണ്. ആരും ചെയ്യരുത്. നമുക്ക് ഇത് വെച്ചിട്ട് ആ ഒരു മെഷീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. സോ എക്സ്പ്ലോയിറ്റ് തന്നെ ആവാന്നില്ല. എക്സ്പ്ലോയിറ്റിൽ മോസ്റ്റ് ഓഫ് ദി എക്സ്പ്ലോയിറ്റ്സ് അതിൽ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്തത്. ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ആവണമെന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിയും എക്സ്പ്ലോയിറ്റ്സ് ഉണ്ടാക്കാവുന്ന വൾണറബിലിറ്റീസ് നോക്കിയിട്ട്. ഓക്കെ, എനി അതർ ഡൗട്ട്സ്? ഹലോ ബ്രോ. ആ. ബ്രോ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബാക്ക്ഡോർസ് മിക്കവാറും ഡെവലപ്പേഴ്സ് ഡീബഗിങ്ങിന് വേണ്ടിയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. മോസ്റ്റ് ഓഫ് ദി കേസിൽ ബാക്ക്ഡോർസ് ഡെവലപ്പേഴ്സ് വെച്ചതായിരിക്കും, അല്ലെങ്കിൽ വേറെ ത്രെറ്റ് ആക്ടർ വെച്ചതും ആവാം. ത്രെറ്റ് ആക്ടറിന് ബാക്ക്ഡോർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അതിൽ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. അത് നോർമലി അൺയൂഷ്വൽ ആക്ടിവിറ്റി കാണിക്കും അതുപോലത്തെ ഒരു ബാക്ക്ഡോർ ഉണ്ടെങ്കിൽ. അത് ഒരു ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അവര് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ കാണൂ. റൂൾ അനുസരിച്ച് ഉണ്ടാവുക. അത് ചിലപ്പോൾ ഇന്റൻഷ്യലി പ്ലേസ് ചെയ്തായിരിക്കാം. ചിലപ്പോ ചില കമ്പനീസ് നമുക്ക് അവർ ലോഗ് എടുക്കാൻ അല്ലെങ്കിൽ ഡാറ്റാസ് എടുക്കാനും ഒക്കെ പ്ലേസ് ചെയ്യുന്ന ചില ബാക്ക്ഡോർസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയാവുക ബാക്ക്ഡോർസ് ഉണ്ടാവും. ഇപ്പോ ചില മനസ്സിലായോ? So any other questions? Yes. Questions ഒന്നുമില്ലെന്ന്
moving on to next. So how to stop it? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂർ കോഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ലോജിക്കൽ പരമായിട്ടുള്ള വൾണറബിലിറ്റീസ് ബഗ്സും കാര്യങ്ങളും മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ നോക്കുക. സോഫ്റ്റ്വെയർസിന്റെ ഡെവലപ്പിംഗ് സൈക്കിളിൽ തന്നെ ഇന്നത്തെ വൾണറബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്ത് അതിനാണ് നമ്മൾ VAPT ഒക്കെ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ സിസ്റ്റംസും സോഫ്റ്റ്വെയർസും റിലീസിന് മുന്നേ ഒരു സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടത്തി എല്ലാം ഓക്കെയാണ്, ഒരു വൾണറബിലിറ്റി പ്രസന്റ് അല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത് വരുന്നത് പാച്ച് മാനേജ്മെന്റ് സിസ്റ്റം. സോ ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററോ ഉള്ള ആൾക്കാർ കോൺസ്റ്റന്റ്ലി വരുന്ന സോഫ്റ്റ്വെയർ പാച്ചസ് ഒക്കെ ഉണ്ടോ ചെക്ക് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്യുക. പുതിയ വന്ന പാച്ചസ് ഉടനടി ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല. സോ ആ പാച്ചസിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് കൂടി നമ്മൾ നോക്കണം. സോ റീസെന്റ് അല്ല ലാസ്റ്റ് ഇയറിൽ ബ്ലൂ സ്ക്രീൻ BSOD വിൻഡോസിന്റെ BSOD എറർ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. സോ അത് ആക്ച്വലി ഒരു ഫോൾട്ടി അപ്ഡേറ്റ് ആയിരുന്നു. സോ അങ്ങനെയും വരാം. ഒരു അപ്ഡേറ്റ് ഓക്കെ ആണെന്ന് നോക്കി മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അപ്പം ഡൗട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഫോൺസിന്റെ അകത്ത് ലൈക്ക് വരത്തില്ലേ, മറ്റേ സ്ക്രീനിന്റെ ഇഷ്യൂ ഒക്കെ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്ക്, അപ്പം അത് ബേസിക്കലി ഇങ്ങനെയുള്ള ഇഷ്യൂ ആയിരിക്കും? ആക്ച്വലി ബേസിക്കലി മോസ്റ്റ് ഓഫ് ദി കേസസും ഡിസ്പ്ലേന്റെ ഇഷ്യൂ ആയിട്ടാണ് കേട്ടിട്ടുള്ളത്. വെൻഡർ ഇഷ്യൂ ആയിരിക്കും. അത് ആക്ച്വലി ഫോണിന്റെ ക്വാളിറ്റി ഒക്കെ റിലേറ്റഡ് ആണ്. അതിങ്ങനെ അപ്ഡേറ്റിലോട്ട് വരുന്നതാണെന്ന് തോന്നുന്നില്ല. വോൾട്ടേജ് സ്പൈക്ക് അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ മേ ബി ഡിസ്പ്ലേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആ ഒരു സിറ്റുവേഷനിലാണ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. സോ അടുത്ത നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് ഹാർഡനിങ്. സോ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഫയർവാൾസ് റൂൾസ് ഒക്കെ എഴുതുക. മോസ്റ്റ് ഓഫ് ദി ഡിവൈസസിന് നമ്മൾ മാക്ക് വെച്ച് ബൈൻഡ് ചെയ്യുക. നമ്മൾ നെറ്റ്വർക്കിൽ നമ്മുടെ മെഷീൻസിലായാലും ഓഫീസിലായാലും ഹോമിലൊക്കെ ആയാലും മാക്ക് വെച്ച് ബൈൻഡ് ചെയ്യുക. നമുക്ക് അറിയുന്ന സിസ്റ്റത്തിന് മാത്രം അലോ ചെയ്യുക. പിന്നെ SSH കോൺഫിഗറേഷൻ വരുമ്പോൾ കീ ബേസ്ഡ് ഓതന്റിക്കേഷന് പകരം പാസ്വേഡ് ബേസ്ഡ് ഓതന്റിക്കേഷന് പകരം മോസ്റ്റ്ലി നമ്മുടെ പബ്ലിക് കീ പ്രൈവറ്റ് കീ വെച്ച് കീ ബേസ്ഡ് ഓതന്റിക്കേഷൻ ആവുക. സോ അതായിരിക്കും മോസ്റ്റ് സെക്യൂർ വേ. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഓതറൈസേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ, ആ കീ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. പാസ്വേഡ്സ് വേഗം നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. സോ MFA പോലെ ഓതന്റിക്കേറ്റേഴ്സ് ആപ്പ് യൂസ് ചെയ്യുക സെക്യൂർ ആവാൻ. സോ ഇതൊക്കെ റിസോഴ്സ് ആണ്. ട്രൈ ഹാക്ക് മീ, ഹാക്ക് ദ ബോസ്, സ്പോട്ട് ട്രിഗർ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ കുറെ ബോക്സസ് ഒക്കെ പ്രസന്റ് ആണ്. സോ ഇതൊക്കെ വേണം ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ പോയി ബോക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. പോർച്ചുഗലിൽ മെയിൻലി വെബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അവിടെ വെബ് ആപ്ലിക്കേഷന് നോക്കിച്ച് താല്പര്യമുള്ളവർ പോർച്ചുഗലിൽ പോയി നോക്കണം. നമുക്കിപ്പം സപ്പോസ് ഒരു ഹണി പോട്ട് SSH കീസ് അതുപോലത്തെ കിട്ടുവാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് പോലെ വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെ പ്രൈവറ്റ് SSH കീസ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പൊ അത് റിയൽ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ആക്ച്വലി സിസ്റ്റത്തിന്റെ ഓണേഴ്സിനെ പോലെ ഇരിക്കും. അവര് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ലീഗൽ ഇഷ്യൂസ് വരാം. അപ്പൊ പബ്ലിക്കായിട്ട് അവര് ഇതുപോലെ എന്തെങ്കിലും കണ്ടുപിടിച്ച് തരണമെന്ന് റിക്വസ്റ്റ് ഇട്ടാൽ മാത്രമേ നമ്മൾ ട്രൈ ചെയ്യാവൂ. നമുക്ക് അങ്ങനെ അവരെ കൈകൊണ്ട് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബഗ് ബൗണ്ടി പ്രോഗ്രാംസിലൊക്കെ ചെയ്യാം. എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ ബഗ് ബൗണ്ടി പ്രോഗ്രാംസ് ഉണ്ട്. സോ അവര് നമുക്ക് കംപ്ലീറ്റ്ലി ആയിരിക്കില്ല, അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സോ അവർ നമ്മളെ സിസ്റ്റത്തിന് നമുക്ക് ആക്സസ് തരും. സോ നമുക്ക് അവരുടെ സിസ്റ്റംസ് ട്രൈ ചെയ്യാം.
പിന്നെ ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ കമ്പനിക്ക് ബഗ് ബൗണ്ടി പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിനക്ക് അതിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അതർവൈസ് നീ വേണമെങ്കിൽ അവരെ ലീഗലി മൂവ് ചെയ്യാം. Any other questions? Danny, any questions? ഒരുവിധം പറഞ്ഞെല്ലാം ക്ലിയർ ആണ്. Clear അല്ലേ? ക്ലിയർ. Okay. Hope you guys enjoyed the session. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ ബൈ ബൈ ഗൈസ്. താങ്ക് യു ചേട്ടാ ഫോർ ദ സെഷൻ. Thank you. Thank you.